19 അവസാനിപ്പിച്ച് 20 ലക്ഷം പേർക്ക് കണക്ഷൻ കൊടുക്കും എന്നാണ് പറഞ്ഞത്. ഫ്രീ ഇന്റർനെറ്റ് കണക്ഷൻ. എത്ര പേർക്കാ കൊടുത്തതെന്നറിയാം? എത്ര കുടുംബങ്ങൾക്ക് കൊടുത്തതെന്നറിയാം? ഇതുവരെ 6000 ചില കുടുംബങ്ങൾക്ക് മാത്രം ആകെ കൊടുത്തു. ഇതുവരെ കണക്ഷൻ കൊടുത്തു. 20 ലക്ഷം 19 കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് 25 പിന്നെ ഫ്രീ ഇന്റർനെറ്റ് ആണ് ഇപ്പോൾ ഒക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് കൊടുത്തത് മുഴുവൻ കട്ട് ചെയ്ത്, അല്ലെങ്കിൽ തന്നെ BSNL 150 രൂപ കൊടുത്താൽ കിട്ടും, ഫ്രീ ഇന്റർനെറ്റ് സൗകര്യം കിട്ടും. ഗവൺമെന്റ് ഓഫീസുകളിലേക്ക് BSNL നിന്ന് എടുക്കുക. ഇപ്പൊ സർക്കാർ എന്ത് ചെയ്യണത്? സർക്കാർ K-ഫോണിലേക്ക് BSNL നിന്ന് എടുക്കും, എന്നിട്ട് സർക്കാർ ഓഫീസിലേക്ക് കണക്ഷൻ കൊടുക്കും. എന്നിട്ട് നിങ്ങൾ BSNL കാശ് കൊടുക്കാം, സർക്കാരിലേക്ക് കാശ് കൊടുക്കാൻ പറയും. സർക്കാർ ആ കാശ് BSNL കൊടുക്കും. ഇത് നമുക്ക് നേരിട്ടെടുക്കാം. BSNL കണക്ഷൻ സർക്കാർ ഓഫീസുകൾക്കും സ്കൂളുകൾക്കും. ഇതാണ് K-ഫോണിന്റെ കാര്യം. ഇതുപോലത്തെ ഓരോ പദ്ധതികളും ആരോഗ്യ രംഗത്ത് നിങ്ങൾക്ക് അറിയാം. കഴിഞ്ഞ ദിവസം കോവിഡിന്റെ കാര്യത്തിലൊക്കെ അഭിമാനിക്കുന്നുണ്ട്. കോവിഡിൽ കേരളം 28,000 മരണങ്ങൾ ഒളിപ്പിച്ചു വെച്ച സംസ്ഥാനമാണ്. യഥാർത്ഥത്തിലുണ്ടായ മരണം 28,000 മരണങ്ങൾ ഒളിപ്പിച്ചു വെച്ചു. ആ സമയത്ത് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിൽ പർച്ചേസ് നടത്തി കോടികളുടെ അഴിമതി നടത്തി. C&AG റിപ്പോർട്ടിൽ വന്ന കോടികളുടെ അഴിമതി ആ സമയത്ത് വരും. ഇപ്പൊ കേരളത്തിലെ ആരോഗ്യരംഗം എന്താ? കേരളത്തിൽ ഇല്ലാത്ത പകർച്ചവ്യാധികളൊന്നുമില്ല. ലോകത്തുള്ള എല്ലാ പകർച്ചവ്യാധികളും കേരളത്തിലുണ്ട്. കേരളത്തിന്റെ പബ്ലിക് ഹെൽത്ത് മോശമാണ്. ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന കാരുണ്യ പദ്ധതി 2000 കോടിയോളം രൂപ സർക്കാർ കൊടുക്കാനുണ്ട്. കാസ്പിന്റെ കാർഡ് പല സ്ഥലത്തും എടുക്കുന്നില്ല. കോക്ലിയർ ഇംപ്ലാന്റ് പദ്ധതി, ശ്രുതി തരംഗം ഇല്ലാതായി. സൗജന്യ ശസ്ത്രക്രിയാ പദ്ധതി, ഹൃദയം പദ്ധതി ഇല്ലാതായി. A ടൈപ്പ് ഡയബറ്റീസ് രോഗികൾക്ക് പ്രത്യേകമായ കുട്ടികൾക്കെല്ലാം കൊടുത്തിരുന്ന ആനുകൂല്യങ്ങൾ ഇല്ലാതായി. നിരവധി ആനുകൂല്യങ്ങൾ ആരോഗ്യരംഗത്ത് ഇല്ലാതായി. സർക്കാർ ആശുപത്രിയിലും മരുന്നില്ല. മരുന്നുണ്ടോ? മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞു ഇവിടെ ഒരു കടക്കണിയില്ല, ഒരു സാമ്പത്തിക പ്രതിസന്ധി ഇല്ല. എന്നാൽ എനിക്ക് മുഖ്യമന്ത്രിയോട് ആദ്യത്തെ അഭ്യർത്ഥന, ആ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് കൊടുക്കാനുള്ള പണം കൊടുക്കണം. അത് കൊടുത്താൽ വിതരണക്കാര് മരുന്ന് സപ്ലൈ ചെയ്യും. സർക്കാർ ആശുപത്രിയിൽ പാവപ്പെട്ടവർക്കും മരുന്ന് കിട്ടും. പൈസ ഉണ്ടെങ്കിൽ സപ്ലൈക്ക് കൊടുക്കാനുള്ള കോടികൾ നിങ്ങൾ കൊടുക്കണം. ആ കോടികൾ കൊടുത്താൽ മാവേലി സ്റ്റോറിൽ സബ്സിഡി ഐറ്റംസ് വരും. 13 ഐറ്റം. ഒറ്റ മാവേലി സ്റ്റോറിൽ സബ്സിഡി ഐറ്റം ഇല്ല. കാശ് അധികമാണ് കയ്യിലുള്ളതെങ്കിൽ. സ്കൂളിലെ പാചക തൊഴിലാളികൾക്ക്, പാവപ്പെട്ടവർക്ക് പൈസ കൊടുത്തിട്ടില്ല, ശമ്പളം കൊടുത്തിട്ടില്ല. പൈസ കയ്യിലുണ്ടെങ്കിൽ ആശാവർക്കർമാരെ നിങ്ങൾ സഹായിക്കുക. നിങ്ങൾ 60,000 കോടി രൂപ സംസ്ഥാനത്തെ ജീവനക്കാർക്ക് DA കുടിശ്ശികയും മറ്റ് ആനുകൂല്യങ്ങളും നിങ്ങൾ കൊടുക്കാനുണ്ട്. നിങ്ങൾ ജലജീവൻ മിഷൻ 1000 കോടി രൂപയാണ് കരാറുകാർക്ക് കൊടുക്കാനുള്ള. ജലജീവൻ പദ്ധതി നിഷ്പ്രഭമായി ലക്ഷക്കണക്കിന് പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കാൻ പറ്റുന്ന കേന്ദ്ര സംസ്ഥാന ജോയിന്റ് സ്കീമാണ്. സ്റ്റേറ്റിന്റെ ഷെയർ കൊടുക്കുന്നില്ല. 5 നയാ പൈസ ഇല്ല. PWDയിലെ കരാറുകാർക്ക് പണം കൊടുക്കുന്നില്ല. ക്ഷേമനിധി ബോർഡുകൾ തകർന്നു. 2500 കോടി രൂപ ക്ഷേമനിധികളിൽ നിന്ന് സർക്കാർ എടുത്തു. കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് ആനുകൂല്യം കിട്ടിയിട്ട് 20 മാസമായി. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ക്ഷേമനിധികൾ തകർച്ചയിലേക്ക് പോകുന്നത്. ഇലക്ട്രിസിറ്റി ബോർഡിൽ അഴിമതി. ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടാക്കിയ ഒരു കരാറുണ്ടായിരുന്നു പുറത്തുനിന്ന് വൈദ്യുതി മേടിക്കാൻ 25 കൊല്ലത്തേക്ക് 4 രൂപ 29 പൈസയ്ക്ക് ഒരു യൂണിറ്റിൽ. ഉമ്മൻചാണ്ടി സർക്കാരും വാങ്ങിച്ചു, ഈ സർക്കാർ 7 കൊല്ലം വാങ്ങിച്ചു. 2 കൊല്ലം മുമ്പ് അദാനിയുടെ കമ്പനിയിൽ നിന്ന് വൈദ്യുതി മേടിക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടിയുടെ കാലത്തെ കരാർ റദ്ദാക്കി. അഴിമതിയാണെന്ന്. സർക്കാരിന്റെ കഴിഞ്ഞ വർഷത്തെ പ്രവർത്തനങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കിയ സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങളെ കണ്ട പ്രോഗ്രസ് റിപ്പോർട്ട് ഒരു സ്വയം പുകഴ്ത്തലാണെന്ന വിമർശനം ഉന്നയിക്കുകയായിരുന്നു.